നമസ്കാരം കൂട്ടുകാരെ, ഏവർക്കും ഗ്രേറ്റ് ഈഗിൾ ടെക്കിൻ്റെ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ വീക്കിലി അനാലിസിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ആഴ്ച, പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ജാക്സൺ ഹോൾ മീറ്റിംഗിൽ ഫെഡറൽ റിസർവിൻ്റെ ചെയർമാൻ വളരെയധികം പോസിറ്റീവായിട്ടുള്ള ജെറോം പവൽ വളരെയധികം പോസിറ്റീവായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു, നമ്മുടെ അമേരിക്കൻ മാർക്കറ്റിൻ്റെ റേറ്റ് കട്ടിനുള്ള സമയമായിട്ടുണ്ട്. അവരുടെ പല കാര്യങ്ങളും അവർക്ക് പോസിറ്റീവായി വരുന്നതുകൊണ്ട് ഇനി ഒരു അമാന്തവും പാടില്ല, റേറ്റ് കട്ട് കൊടുക്കണമെന്നൊക്കെയാണ് ആശാൻ പറഞ്ഞത്. നമ്മുടെ അമേരിക്കൻ മാർക്കറ്റ് വെള്ളിയാഴ്ച അടപടകം 440, ഈ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ നിങ്ങൾ കാണുന്നത് 447 പോയിന്റാണ് അമേരിക്കൻ ഡോ ജോൺസ് കയറിയത്. S&P 1% കയറി, ഏകദേശം 1% കയറി. അതേപോലെ നാസ്ഡാക്ക് ആണ് 1.25% നാസ്ഡാക്ക് കയറി. എന്നാൽ നാസ്ഡാക്കിന് കുറച്ച് സെൽ ഓഫ് ആണ്. നാസ്ഡാക്ക് ടെക്നോളജി സ്റ്റോക്സ് ആണ് നാസ്ഡാക്കിലുള്ളത്. കാരണം ടെസ്ല അങ്ങനെയുള്ള AMD അങ്ങനെയുള്ള ടെക്നോളജി സ്റ്റോക്സുകളൊക്കെ ഉള്ളതുകൊണ്ട് ടെക്നോളജി അധികം മൂവിയിലേക്ക് കൂടെ. ഡൗ ജോൺസിലും S&Pയിലും നല്ല മൂവ്മെൻറ്റും ഉണ്ടായിരുന്നു. നമ്മുടെ ഗിഫ്റ്റ് നിഫ്റ്റി ക്ലോസിംഗിൽ ഏകദേശം പറയുകയാണെങ്കിൽ 24,948 ഭാഗത്തൊക്കെയാണ് ഗിഫ്റ്റ് നിഫ്റ്റിയും ക്ലോസ് ചെയ്തിരിക്കുന്നത്. സോ നമ്മൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഗിഫ്റ്റ് നിഫ്റ്റി ഏകദേശം 24,948 ഭാഗത്ത് ക്ലോസ് ചെയ്തു. നമ്മുടെ ഭാഗത്ത് നോക്കുമ്പോൾ നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് 854 ആണ്. അങ്ങനെ വച്ച് നോക്കുമ്പോൾ ഏകദേശം പറയുകയാണെങ്കിൽ ആശാൻ ഒരു 100 പോയിന്റിലൊക്കെ പ്ലസിലൊക്കെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് കഴിഞ്ഞ ആഴ്ച, പ്രത്യേകിച്ച് 2-3 ദിവസങ്ങളിൽ നമ്മൾ ഈ പ്രോഫിറ്റ് ദാരിദ്ര്യം ഉള്ള ദിവസമായിരുന്നു. പ്രത്യേകിച്ച് മാർക്കറ്റിൽ മൂവ്മെന്റ് വളരെയധികം കുറവായിരുന്നു. ഒരു ചുരുക്കി പറഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി നിങ്ങൾ നോക്കുകയാണെങ്കിൽ എടുത്ത് തോട്ടിലെറിയാൻ തോന്നുന്നു ബാങ്ക് നിഫ്റ്റിയെ. ഇത് നിങ്ങൾ കണ്ടാൽ കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ മാർക്കറ്റിൻ്റെ ഇതാണ്. ആലോചിച്ച് നോക്കണേ, ഈ ഒരു എന്തൊരു വൃത്തികെട്ട മാർക്കറ്റ് നോക്കണം. പ്രത്യേകിച്ച് ബാങ്ക് നിഫ്റ്റി എടുത്ത് കർഷക്ക് എടുത്ത് തോട്ടിക്കളയണം. ആ വിധത്തിലുള്ള മൂവ്മെന്റാണ് ബാങ്ക് തരുന്നത്. അതിന് ഒരു മൂവ്മെന്റ് തരുന്നുമില്ല. ആ വൃത്തികെട്ട മാർക്കറ്റ് ഉറക്കം തൂങ്ങി മടിച്ചിരിക്കണ മാർക്കറ്റായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ഒരു മാർക്കറ്റ് പ്രൊഫൈലിൻ്റെ ഒരു ട്രെൻഡ് ഫോളോ ചെയ്യുന്ന ട്രേഡർക്ക് ആണെങ്കിൽ വളരെ കുറച്ച് ട്രേഡ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. വെള്ളിയാഴ്ചയ്ക്ക് ശേഷം ട്രേഡ് ഒന്നും കിട്ടിയിട്ടില്ല. നമ്മൾ എന്നാലും ട്രേഡ് ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ വെള്ളിയാഴ്ച നിഫ്റ്റിയിൽ കുറച്ച് ട്രേഡ് ഉണ്ടായിരുന്നു, എന്നാലും ഫ്ലാറ്റ് ആണ്, ഒരു ട്രേഡും കിട്ടിയില്ലപ്പാ. മാർക്കറ്റ് അങ്ങനെ വല്ലാത്തൊരു ഉറക്ക മാർക്കറ്റ് ആയിരുന്നു. നമുക്ക് ഈ ആഴ്ച നോക്കേണ്ടത്, പ്രത്യേകിച്ച് ഈ ആഴ്ച നിങ്ങൾ വെള്ളിയാഴ്ച നോക്കുക, ഈ വരുന്ന ഒരാഴ്ച വളരെയധികം ന്യൂസ് മാർക്കറ്റിലുണ്ട്. വളരെയധികം ന്യൂസ് എന്ന് പറഞ്ഞാൽ ഈ തിങ്കളാഴ്ച വന്ന അമേരിക്കയിലെ കുറച്ച് ഏതാണ് ഡ്യൂറബിൾ ഗുഡ്സിൻ്റെ ഓർഡറിൻ്റെ കേസും, പിന്നെ അത് കഴിഞ്ഞ് USDയുടെ കൺസ്യൂമർ കോൺഫറൻസ്, ഇൻഫ്ലേഷൻ, GDP, പിന്നെ അതുകൂടാതെ യൂറോപ്പിൻ്റെ ഇൻഫ്ലേഷൻ ഉണ്ട്, പിന്നെ USDയുടെ കുറേ ന്യൂസ്. എന്തുവാണെന്ന് ന്യൂസിൻ്റെ അയ്യര് കളിയാണ് ഈ ആഴ്ച വരാൻ പോകുന്നത്. FOMCൻ്റെ ഒരു മീറ്റിങ്ങിൻ്റെ ഒരു ഡിസ്കഷൻ ഉണ്ട്. ജപ്പാൻ്റെ കൺസ്യൂമർ ഹൗസ് ഹോൾഡ് കോൺഫറൻസ് വളരെ പോസിറ്റീവായ കാര്യങ്ങൾ വരുന്നുണ്ട്. ഇറ്റാലിയൻ യൂറോപ്പിൻ്റെ ഇൻഫ്ലേഷന്, പിന്നെ കാരണം യൂറോപ്പിൻ്റെ ഇൻഫ്ലേഷൻ നേരത്തെ പിടിച്ച് ഓരോ യൂറോപ്പിൻ്റെ ഇൻഫ്ലേഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞ് കൺസ്യൂമർ കോൺഫിഡൻസ്, അമേരിക്കയുടെ ന്യൂസാണ്. ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിം, GDP ഡേറ്റ വരുന്നുണ്ട്. പിന്നെ കണ്ടിന്യൂസ് ജോബ്ലെസ് ക്ലെയിം, കോർപ്പറേറ്റ് പ്രോഫിറ്റ്, അതായത് കോർ PC പ്രൈസ്, അങ്ങനെ കുറേ കാര്യങ്ങളും, പിന്നെ തന്നെ പെൻഡിങ് ഹോം സെയിൽസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളും ഈ വരുന്ന വെള്ളിയാഴ്ച നോക്കുകയാണെങ്കിൽ നമ്മൾ വെള്ളിയാഴ്ച എത്തുമ്പോഴേക്കും അമേരിക്കൻ മാർക്കറ്റിൻ്റെ ഏകദേശം പറഞ്ഞാൽ കുറേ ന്യൂസ് ഉണ്ട്. ഇറ്റാലിയൻ്റെ CPI, പ്രത്യേകിച്ച് പറഞ്ഞാൽ യൂറോപ്പിൻ്റെ ഇൻഫ്ലേഷന്, യൂറോപ്പിൻ്റെ GDP, അങ്ങനെയുള്ള കുറേ ഡേറ്റാസും അമേരിക്കയുടെ കാര്യങ്ങളും, പിന്നെ നമ്മുടെ ക്വാർട്ടറിൽ GDP വരാൻ പോകുന്ന ഈ വെള്ളിയാഴ്ച, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, പിന്നെ അമേരിക്കയുടെ തന്നെ കോർ PC പ്രൈസ് ഇൻഡെക്സും, ആ ഒരു കാര്യങ്ങളും, എല്ലാ കാര്യങ്ങളും കൊണ്ട് സംഭവ ബഹുലമായ ഒരു വീക്കാണ് ഈ ആഴ്ച വരാൻ പോണത്. ഇപ്പോൾ വെള്ളിയാഴ്ച നമ്മളെ ജാക്സൺ ഹോളിൽ അമേരിക്കൻ മാർക്കറ്റിൻ്റെ ജാക്സൺ ഹോൾ മീറ്റ് സ്പീച്ചിൽ ജെറോം പവൽ കുറച്ച്, അതായത് ഒരു അമേരിക്കൻ മാർക്കറ്റിൽ ഇതിക്ക് വേണ്ടി കുറച്ച് പെട്രോൾ ഒഴിച്ച് കത്തിച്ചിട്ടുണ്ട്. സോ മാർക്കറ്റിന് എങ്ങനെ പോകും നമുക്ക് നമ്മുടെ മാർക്കറ്റ് നോക്കിക്കൊണ്ട് നമുക്ക് പറയാം. സോ നമ്മുടെ നിഫ്റ്റി പറയുകയാണെങ്കിൽ, നിഫ്റ്റി കഴിഞ്ഞ ആഴ്ച നോർമൽ വേരിയേഷൻ അപ്പായിരുന്നു നിഫ്റ്റിയിൽ ഉണ്ടായിരുന്നത്. നോർമൽ വേരിയേഷൻ അപ്പ് വിത്ത് POC ആൻഡ് VWAP ഏകദേശം പറഞ്ഞാൽ ഒരേ സ്ഥലത്താണ്. 24,848 ഭാഗത്താണ് POC വന്നിരിക്കുന്നത്, 24,845 ഭാഗത്താണ് VWAP വന്നിരിക്കുന്നത്. സോ സ്വാഭാവികമായിട്ടും പറയുന്നത് നമ്മൾ നോർമൽ വേരിയേഷൻ അപ്പായിരുന്നു. പക്ഷേ
ഓവർ ദ ടോപ്പ് എന്ന് പറയുന്ന ഭാഗത്ത് കുറച്ച് പ്രോഫിറ്റ് ബുക്കിംഗ് വന്നിട്ടുണ്ട്. അതായത് പ്ലേയേഴ്സ് അങ്ങനെ ഒന്നും ഓവർ പ്രോഫിറ്റ് ഒക്കെ ബുക്ക് ചെയ്ത് POC മുകളിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അത് വളരെയധികം പോസിറ്റീവായ കാര്യമാണ്. സോ നമുക്ക് നോക്കേണ്ടത്, നമ്മളെ സംബന്ധിച്ച് ഇനി ഒരു കടമ്പ എന്ന് പറഞ്ഞാൽ 25,000, അതായത് 28 ജൂലൈയിൽ വന്ന ആ വീക്കിന്റെ POC ആയ 24,998 ആയിരിക്കും ഈ വരുന്ന വീക്കിൽ നിഫ്റ്റിയുടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു സപ്ലൈ ഏരിയ. അതിന് മുകളിൽ ആശാൻ നിൽക്കുകയാണെങ്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ച് 25,158 25,158 മുകളിൽ നിൽക്കുകയാണെങ്കിൽ മാർക്കറ്റ് പുതിയ ഉയരങ്ങൾ താണ്ടുവാനുള്ള ചാൻസും വളരെയധികം നിഫ്റ്റിക്ക് കൂടുതലായിരിക്കും. ഇതിൻ്റെ ഒരു വീക്കിലി വ്യൂ ആണ്. നമ്മൾ ആദ്യം വീക്കിലി വ്യൂ വച്ചതിന് ശേഷമായിരിക്കും നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ബാക്കി ഡിസ്കസ് ചെയ്യാം. അപ്പം നമുക്ക് 24,850 45 46 ഭാഗത്തിന് മുകളിൽ നമ്മൾ നിൽക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ 25,000 എന്ന് പറഞ്ഞാൽ 24,998 എന്ന് പറഞ്ഞാൽ ഈ 28 ജൂലൈയുടെ ഈ POCയുടെ ഭാഗത്തേക്ക് നിഫ്റ്റി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇതെല്ലാം ഫ്യൂച്ചർ ലെവൽസ് ആണ്. ഇതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ അവനെ സംബന്ധിച്ച് 25,158 എന്ന് പറഞ്ഞ ആ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് പോകാനും അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ പുതിയ ഉയരങ്ങൾ തരാനും പുതിയ ടീഷർട്ടൊക്കെ ധരിച്ച് നമുക്ക് നിൽക്കാനുള്ള ഒരു അവസരം നിഫ്റ്റി തരുന്നതായിരിക്കും. ഇനി താഴോട്ട് വരികയാണെങ്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ച് 24,845 ഒരു ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ കൂടി 24,674 എന്ന് പറഞ്ഞ ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയ ആയിരിക്കും നമ്മളെ സംബന്ധിച്ച് ഒരു സപ്പോർട്ട് സോൺ. നിങ്ങൾക്ക് അറിയായിരിക്കും നമ്മൾ മാർക്കറ്റിൽ വെള്ളിയാഴ്ച ക്ലോസ് ചെയ്ത് തിങ്കളാഴ്ച ഗ്യാപ് ഡൗൺ വന്ന ജപ്പാൻ്റെ ആ ഇഷ്യൂ വന്ന ഗ്യാപ് ഡൗൺ വന്ന ആ ദിവസത്തെ ഒരു തലേദിവസത്തെ ഗ്യാപ്പായിരുന്നു 24,670. സോ അത് നമ്മൾ വളരെ കഷ്ടമായി സംഭവബഹുലമായി കഷ്ടപ്പെട്ട് മുന്നോട്ട് കയറിപ്പോയതാണ്. സോ 24,670 ആയിരിക്കും നമ്മളെ സംബന്ധിച്ച് ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയ. അതിന് താഴെ നിൽക്കുകയാണെങ്കിൽ 24,532 എന്ന് പറഞ്ഞ ഭാഗവും അതിന് താഴെ നിൽക്കുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ചത്തെ POC ആയ 24,345 ഒരു പ്രയാണവും നിഫ്റ്റി തരാൻ ചാൻസ് ഉണ്ട്. സോ നമുക്ക് ഒരു വേഴ്സ്റ്റ് ആയിട്ട് ഒരു നെഗറ്റീവ് ആയിട്ട് മാർക്കറ്റ് ഉണ്ടെങ്കിൽ വരുന്നുണ്ടെങ്കിൽ 24,670 നമുക്കൊരു സപ്പോർട്ട് വരെ വർക്ക് ചെയ്യും. ആ 24,670 പൊട്ടുകയാണെങ്കിൽ തിരിച്ച് വീണ്ടും എത്രയിലേക്ക് വരും? 24,350 എന്ന് പറഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞ ആഴ്ചത്തെ വീക്കിലെ POCയുടെ ഭാഗത്തേക്ക് നിഫ്റ്റി വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നിഫ്റ്റിയെ സംബന്ധിച്ച് 24,845 മുകളിൽ നിൽക്കുകയാണെങ്കിൽ 25,000, അതിന് മുകളിൽ 25,158. ഇനി 24,845 താഴെ 24,670 താഴെ നിൽക്കുകയാണെങ്കിൽ 24,350 എന്ന് പറഞ്ഞാൽ ആ POCയുടെ ഭാഗത്ത് നിഫ്റ്റി സംബന്ധിച്ച് വരാനുള്ള ചാൻസ് വളരെ കൂടുതലായിരിക്കും. ഈ ആഴ്ച എൻ്റെ ഒരു കണക്കൂട്ടൽ വെച്ച് പോസിറ്റീവ് മാർക്കറ്റ് തരികയാണെങ്കിൽ 25,158 മുകളിൽ നിഫ്റ്റി പോകാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. അതാണ് ഞാൻ 25,100 നിഫ്റ്റി വരുമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ആഹ്ലാദം കൊണ്ടുള്ള ഒരു സാധനം പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. സോ ഇനി അടുത്തത് ബാങ്ക് നിഫ്റ്റി. കഴിഞ്ഞ ആഴ്ചത്തെ ബാങ്ക് നിഫ്റ്റി നമ്മൾ നോക്കണമെങ്കിൽ എന്തൊരപ്പ എന്ന് പറയുമ്പോൾ പോലെ വല്ലാത്തൊരു അപ്പനായിരുന്നു ഈ ചെറുക്കൻ. കഴിഞ്ഞ 3 ആഴ്ച നിങ്ങൾ നോക്കിയാലും ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഒരേ റേഞ്ചിലാണ്. ഏകദേശം പറയുകയാണെങ്കിൽ 51,100നും 50,000നും ഇടയ്ക്കുള്ള 1,100 പോയിന്റിന്റെ അകത്താണ് ഈ ബാങ്ക് നിഫ്റ്റി ചെറുക്കൻ കളിക്കുന്നത്. ഈ ചെറുക്കൻ അങ്ങോട്ട് ഒരു എന്തുവാണ് യവന് വല്ല മരുന്നും കുത്തിവെച്ച് ഇവനെ പറപ്പിക്കേണ്ട അല്ലെങ്കിൽ താഴോട്ടോ മുകളിലോട്ടോ പറപ്പിക്കേണ്ട ആവശ്യം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇവന്റെ കേസിൽ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ 25,000ന്റെ നമ്മുടെ നിഫ്റ്റിയിൽ ഒരു മൂവ്മെന്റ് വരുന്നത് പോലെ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് 51,030 എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ചത്തെ POC ആണ് വളരെയധികം ഇമ്പോർട്ടന്റ്. അതിന് മുകളിൽ അവൻ നിൽക്കുന്നുണ്ടെങ്കിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അവൻ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ അവൻ പ്രീവിയസ് ആയ 28 ജൂലൈയിലെ നമ്മുടെ ജൂലൈ 28 ജൂലൈയിലാണ് അടി തുടങ്ങിയത്. അടി തുടങ്ങിയ ഭാഗത്തേക്കുള്ള ബാങ്ക് നിഫ്റ്റിയുടെ POC ആയ 51,490 അവനൊരു പോക്ക് തരുന്നതാണ്. ആ 51,490 പൊട്ടി കയറുകയാണെങ്കിൽ അവനെ സംബന്ധിച്ച് 52,185 എന്ന് പറഞ്ഞ ഭാഗത്തേക്ക് അവൻ ഒരു ടെസ്റ്റ് തരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് ബാങ്ക് നിഫ്റ്റി. അപ്പം ഓർത്തോളുക, 51,100 മുകളിൽ ബാങ്ക് നിഫ്റ്റി നിൽക്കുകയാണെങ്കിൽ 51,500 എന്ന് പറഞ്ഞ ഈ ഒരു ഭാഗത്തെ ഈ ഒരു POC 28 ജൂലൈയിൽ തുടങ്ങിയ ആ ഒരു POCയുടെ ഭാഗത്തേക്ക് ഒരു മൂവ്മെന്റ് തരാം. അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ 52,185 എന്ന് പറഞ്ഞ ആ ഒരു ഭാഗത്തേക്കുള്ള ഒരു സെക്കൻഡ് SD ബാങ്കിന്റെ ഭാഗത്തേക്കുള്ള മൂവ്മെന്റ് ബാങ്ക് നിഫ്റ്റി തരാം. എൻ്റെ പൊന്ന് ട്രേഡേഴ്സെ, നിങ്ങൾ നോക്കേണ്ടത് നിഫ്റ്റിയെക്കാട്ടിയും കൂടുതൽ ബാങ്ക് നിഫ്റ്റി എന്ന് പറഞ്ഞ ചെറുക്കനെയാണ്. ഈവൻ കഴിഞ്ഞ 3 ആഴ്ച ഒന്നും തന്നിട്ടില്ല.
എവനാണ് നമ്മുടെ ട്രേഡിങ്ങിന്റെ കുംഭം നിറയ്ക്കാൻ പോകുന്ന പ്രോഫിറ്റ് തരുന്ന ഒരു മൂവ്മെന്റ് തരാൻ പോകുന്ന ഈ ബാങ്ക് നിഫ്റ്റി ആയിരിക്കും. അപ്പൊ നിങ്ങൾ ബാങ്ക് നിഫ്റ്റി 51,100 മുകളിൽ നിൽക്കുകയാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു ലെവലിലേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. നിങ്ങൾ അത് ക്യാപ്ചർ ചെയ്യാൻ ശ്രമിക്കുക, ചെയ്തേ പറ്റൂ. ഇനി ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് അവൻ ഈ 51,000-അകത്ത് നിൽക്കുന്നിടത്തോളം കാലം ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് അവൻ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ അവൻ വ്യക്തമായിട്ട് താഴോട്ട് പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ആ ഒരു ചാൻസ് നമ്മളെ സംബന്ധിച്ച് മാർക്കറ്റിൽ വളരെയധികം എന്തുകൊണ്ട് ഒരു റേഞ്ച് ബാലൻസിലേക്ക് മൂവ്മെന്റ് തരാനുള്ള ചാൻസ് ആയിരിക്കും അവനെ കൊണ്ട് കുറച്ച് കൂടുതൽ. അതായത് 51,000 താഴെ നിൽക്കുകയാണെങ്കിൽ തിരിച്ച് വീണ്ടും അവൻ എന്ത് ചെയ്യും, ഈ ഒരു 50,560 50,400 എന്ന് പറഞ്ഞ ഭാഗത്തേക്ക് ഒരു ട്രേസ്മെന്റ് തരാനും വീണ്ടും പഴയ ഈ 1000 മൂന്നിന്റെ ബാലൻസിനകത്തേക്ക് പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലായിരിക്കും. ബാങ്ക് നിഫ്റ്റിക്ക് ഒരു പൊസിഷണൽ സെല്ലിംഗ് നമുക്കൊരു ബെയറിഷ് വ്യൂ നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ 50,000 49,960 താഴെ ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്താൽ മാത്രമേ നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പാടുള്ളൂ. ഇല്ല എങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് എന്തുവാണ്, പൈസ പോവുക മാത്രമേ ഉള്ളൂ ശരണം. അപ്പോൾ അതുകൊണ്ട് ഓർത്തോളുക, 51,100 മുകളിൽ ബാങ്ക് നിഫ്റ്റി നിൽക്കുകയാണെങ്കിൽ ഈ 51,100 മുകളിൽ ഈ ബാങ്ക് നിഫ്റ്റി നിൽക്കുകയാണെങ്കിൽ 51,500 ഭാഗത്തേക്ക് ബാങ്ക് നിഫ്റ്റി പോകുന്നതാണ്. അല്ല 50,900 അല്ലെങ്കിൽ 51,000 ഭാഗത്ത് താഴെ നിൽക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഈ 1000 പോയിന്റ് പഴയ 1000 പോയിന്റ് ഭാഗത്ത് കിടന്ന് കളിക്കാനുള്ള ചാൻസും 49,000 51,000 എന്ന് പറഞ്ഞ ആ ഒരു ലെവലിലെ ഭാഗത്ത് കിടന്ന് കളിക്കാനുള്ള ചാൻസും ബാങ്ക് നിഫ്റ്റി കൂടുതലാണ്. അപ്പോൾ ഓർത്തോളുക, 51,100 മുകളിൽ നിൽക്കുകയാണെങ്കിൽ 51,594 അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ 52,158 ടെസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. ഇല്ല 51,000 താഴെയാണ് മാർക്കറ്റ് നിൽക്കുന്നുണ്ടെങ്കിൽ തിരിച്ച് വീണ്ടും പഴയ കഥ പുതിയ കുപ്പിയിലൂടെ ഇറക്കി ഞാൻ പറയാമെന്നാണ്. മാർക്കറ്റ് വീണ്ടും 1000 മൂന്നിനകത്ത് കിടന്ന് കളിക്കാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഓർത്തോളുക, ഈ ആഴ്ച അടാറ് ന്യൂസുകളുള്ള വീക്കാണ്. അയ്യര് കളിയാണ് ന്യൂസിന്റെ. പല യൂറോപ്പ്, അമേരിക്ക, ഇന്ത്യ എല്ലാ ന്യൂസുകളും കിടന്ന് മാർക്കറ്റിൽ കളിക്കുന്നത് കൊണ്ട് മാർക്കറ്റ് എങ്ങനെ വേണോ പെർഫോം ചെയ്യുക. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നിങ്ങൾ ഈ പറഞ്ഞ ലെവലുകളൊക്കെ മാർക്ക് ചെയ്ത് വെക്കുക. ഒരു വീക്കിലി പെർസ്പെക്റ്റീവ് വ്യൂ, അതായത് നമ്മളൊരു പൊസിഷണൽ വ്യൂ എടുക്കുമ്പോൾ സ്മാർട്ട് മണി പ്ലേ ഡെയിലി അല്ലെങ്കിൽ സ്മാർട്ട് മണി പേ പൊസിഷണൽ വേ എന്ന് പറയുമ്പോൾ ഇതൊരു സ്മാർട്ട് മണി പ്ലേ പൊസിഷണൽ വേയിൽ ഞാൻ പറഞ്ഞതാണ്. അപ്പൊ നിങ്ങൾ വ്യക്തമായി നോക്കുക, മാർക്കറ്റ് ഒരു മൂവ്മെന്റ് തരാനുള്ള ചാൻസ് വളരെയധികം കൂടുതൽ. സ്പെഷ്യലി പറയുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി എന്ന് പറഞ്ഞാൽ ഈ ബാങ്ക് നിഫ്റ്റി 3 പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ ഈ ബാങ്ക് നിഫ്റ്റി നിങ്ങൾക്ക് ഒരു മൂവ്മെന്റ് തരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. 51,100 മുകളിൽ 51,594 51,600 അതിന് മുകളിൽ 52,000 പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇനി തിരിച്ച് 51,000 താഴെ നിൽക്കുകയാണെങ്കിൽ അവൻ വീണ്ടും 49,900 50,000 എന്ന് പറഞ്ഞാൽ ഈ 1000 പോയിന്റിനകത്ത് കിടന്ന് കളിക്കാനുള്ള ചാൻസും വളരെയധികം കൂടുതലാണ്. അപ്പം എല്ലാവരും ഈ വീഡിയോ കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ദയവായി ഞങ്ങളുടെ ചാനലിൽ നിങ്ങളുടെ ഒരു സപ്പോർട്ട് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ തരുന്ന നിങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവായി കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. അപ്പം പുതിയ എന്തെങ്കിലും വീഡിയോസ് ആഡ് ചെയ്യണമെങ്കിൽ അതും കൂടെ ഞാൻ ആഡ് ചെയ്തേക്കാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. നല്ലൊരു ഞായറാഴ്ച നേർന്നുകൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ നിന്ന് സൈൻ ഓഫ് ചെയ്യുന്നു. നിങ്ങളുടെ സ്വന്തം വിഷ്ണു ഉത്തൻ. ബൈ ബൈ, ടേക്ക് കെയർ.